അനുഗ്രഹിക്കപ്പെട്ട ഈ ശബ്ബത്തു ദിനത്തിലൂടെ നമുക്ക് ആത്മാവിന്റെയും മണവാട്ടിയുടെയും അടുക്കലേക്ക് വരിക എന്ന ശീർഷകത്തോടെ ദൈവവചനം പഠിക്കാം. ദൈവം ബൈബിളിൽ 66 പുസ്തകം രേഖപ്പെടുത്തിയതിനു ശേഷം അവിടുന്ന് അവസാനം ഒരു താക്കീത് നൽകി. ബൈബിളിലെ അവസാന അധ്യായമായ വെളിപ്പാട് 22 തിരിഞ്ഞുകൊണ്ട് നമുക്ക് അവിടുത്തെ താക്കീതിനെക്കുറിച്ച് നോക്കാം. നമുക്ക് വെളിപ്പാട് അധ്യായം 22 വാക്യം 18 നോക്കാം. അധ്യായം 22 വാക്യം 18. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ ക്ഷീകരിക്കുന്നതെന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവനു വരുത്തും. ലളിതമായി പറഞ്ഞാൽ അതിനോട് ഒന്നും കൂട്ടിച്ചേർക്കരുത് എന്നാണ് അർത്ഥമാക്കുന്നത്. നമുക്ക് വാക്യം 19 നോക്കാം. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആരെങ്കിലും ബൈബിളിലെ വാക്കുകൾ നീക്കം ചെയ്താൽ, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധനഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അതിൽ നിന്ന് ഒന്നും നീക്കം ചെയ്യരുത് എന്നാണ് ഇതിനർത്ഥം. കൂട്ടിച്ചേർത്താലോ നിങ്ങൾ സ്വയം ദുരന്തങ്ങൾ വരുത്തും. നീക്കിക്കളഞ്ഞാലോ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് നഷ്ടപ്പെടും. കൂട്ടിച്ചേർക്കുവാനോ നീക്കിക്കളയുവാനോ അല്ല, മറിച്ച് ദൈവം നൽകിയ ഉപദേശങ്ങളെ വിശ്വസ്തയോടെ പിന്തുടരുക എന്ന് ഈ പ്രബോധനം നമ്മെ പ്രേരിപ്പിക്കുന്നില്ല. അതിനാൽ ഒന്നും കൂട്ടിച്ചേർക്കാതെയും നീക്കം ചെയ്യാതെയും നിത്യസ്വർഗരാജ്യത്തിൽ പ്രത്യാശിക്കുന്നവർ ആരുടെ അടുക്കൽ പോകുമെന്ന് ബൈബിളിലൂടെ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. ഇക്കാലത്ത് ജനങ്ങൾക്ക് അസത്യത്തിൽ നിന്ന് സത്യം വിവേചിച്ചറിയുവാനുള്ള മാനദണ്ഡമില്ല. എന്തെങ്കിലും അവരുടെ മുൻഗണനയും ആയിട്ട് പൊരുത്തപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അനേകർ യോജിക്കുന്ന ഒന്നോ ശരിയാണെന്ന് കണക്കാക്കുകയും അതിനു വിപരീതമായത് തെറ്റാണെന്ന് കരുതുകയും ചെയ്യുന്നു. എന്നിരുന്നാലും നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി നൽകപ്പെട്ട ദൈവവചനമായ ബൈബിൾ അല്ലേ യഥാർത്ഥ മാനദണ്ഡം? ഇന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് ഒന്നും മാറ്റാതെ തന്നെ നിത്യജീവനിലേക്ക് പോകുവാനുള്ള വഴി കണ്ടെത്തുവാനും ദൈവം ആരോടാണ് അവ പറഞ്ഞതെന്നും നോക്കാം. നമുക്ക് വെളിപ്പാട് അധ്യായം 22 വാക്യം 17 തിരിയാം. വെളിപ്പാട് അധ്യായം 22 വാക്യം 17. വരിക എന്നു ആത്മാവും മണവാട്ടിയും പറയുന്നു. അവിടുന്ന് എന്താണ് പറയുന്നത്? വരിക. മനുഷ്യരാശി ആരുടെ അടുക്കലേക്കാണ് പോകേണ്ടത്? വരിക എന്നു ആത്മാവും മണവാട്ടിയും പറയുന്നു. തുടർന്ന് അടുത്ത വാക്യത്തിൽ ഈ വാക്കുകളോട് ഒന്നും കൂട്ടുകയോ നീക്കിക്കളയുകയോ ചെയ്യരുത് എന്ന് പറയുന്നു. എല്ലാവരോടുമായി നാം ആരെ ആശ്രയിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഉത്തരം ബൈബിളിൽ ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. എത്ര മഹത്തായ സിദ്ധാന്തങ്ങൾ ഉയർന്നു വന്നിരുന്നാലും ആരെയാണ് നാം അന്വേഷിക്കേണ്ടത്? തീർച്ചയായും നാം ആത്മാവിനെയും മണവാട്ടിയെയും അന്വേഷിക്കണം. ഇത് ബൈബിളിലെ അവസാന വാക്കും ദൈവത്തിന്റെ അഭ്യർത്ഥനയുമാണ്. നമുക്ക് വാക്യം 17 വീണ്ടും നോക്കാം. വരിക എന്നു ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്നു പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഇവിടെ ആത്മാവിന്റെയും മണവാട്ടിയുടെയും അടുക്കലേക്ക് വരികയും ജീവജലം സ്വീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നു. ലളിതമായി പറഞ്ഞാൽ ജീവജലം എന്നത് ദൈവം നമുക്ക് നൽകുന്ന നിത്യജീവനാണ്, ശരിയല്ലേ? ഇതേ സംബന്ധിച്ച് യോഹന്നാൻ അധ്യായം 4 വാക്യം 5 നോക്കാം. യോഹന്നാൻ അധ്യായം 4 വാക്യം 5. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമര്യ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസെഫിനു കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്നു ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പയാൽ ഏകദേശം 6 മണിനേരം ആയിരുന്നു.
ഒരു ശമര്യ സ്ത്രീ വെള്ളം കൊരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്നു ചോദിച്ചു. അവന്റെ ശിഷ്യന്മാർ ഭക്ഷണസാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമര്യ സ്ത്രീ അവനെയാട്, നീ യഹൂദൻ ആയിരിക്കെ ശമരിക്കാരത്തിയായ എന്നെയാട് കുടിപ്പാൻ ചോദിക്കുന്നതു എങ്ങനെ എന്നു പറഞ്ഞു. യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ അവിടുന്ന് അവൾക്ക് എന്തു കൊടുക്കുമായിരുന്നു, ജീവനുള്ള വെള്ളം നിനക്കു തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ലളിതമായി പറഞ്ഞാൽ അവിടുന്ന് അവൾക്ക് ജീവജലം നൽകുമെന്നാണ്. ശമരിയിലെ സുഖാർ എന്ന ഗ്രാമത്തിലെ ഒരു ഉറവിനരികെ വെച്ച് യേശു ഒരു സ്ത്രീയുമായി സംസാരിച്ച രംഗമാണിത്. അവളോട് വെള്ളം ചോദിക്കുന്നത് ആരാണെന്ന് അവൾക്കു അറിയാമായിരുന്നുവെങ്കിൽ അവൾ അവിടുത്തോട് എന്ത് ചോദിക്കുമായിരുന്നു? അവൾ ജീവജലം ചോദിക്കുമായിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. നമുക്ക് വാക്യം 14 പോകാം. വാക്യം 14 നോക്കാം. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായിത്തീരും എന്ന് ഉത്തരം പറഞ്ഞു. വെളിപ്പാട് അധ്യായം 22 വാക്യം 17 വരിക, ദാഹിക്കുന്നവൻ ജീവജലം കുടിക്കട്ടെ എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. യോഹന്നാൻ അധ്യായം 4 യേശു നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നു നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ജീവജലം ചോദിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ജീവജലത്തിന് എന്ത് ശക്തിയാണുള്ളത്? അത് നിത്യജീവനിലേക്ക് ഒഴുകുന്ന ഒരു നീരുറവയായി മാറുമെന്ന വസ്തുതയിലേക്ക് അവിടുന്ന് നമ്മെ ഉണർത്തുന്നു. അതിനാൽ വെളിപ്പാട് അധ്യായം 22, യോഹന്നാൻ അധ്യായം 4 എന്നിവയിലൂടെ ജീവജലം നിത്യജീവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കുവാൻ കഴിയും. വെളിപ്പാട് അധ്യായം 22 ആത്മാവും മണവാട്ടിയും ജീവജലം നൽകുമെന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ യോഹന്നാൻ അധ്യായം 4 യേശു ജീവജലം നൽകുന്നു എന്ന് പ്രസ്താവിക്കുന്നു. മാത്രമല്ല യോഹന്നാൻ അധ്യായം 4 നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് അറിഞ്ഞു എങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. ശമര്യക്കാരത്തി സ്ത്രീ അവിടുത്തെ ഒരു സാധാരണ അപരിചിതനായിട്ടായിരുന്നു പരിഗണിച്ചത്. എന്നാൽ തന്നോട് കുടിപ്പാൻ ചോദിച്ചത് ആരാണെന്ന് അവൾക്ക് അറിയാമായിരുന്നെങ്കിൽ നിത്യജീവൻ നൽകുന്ന ജീവജലം അവൾ അവിടുത്തോട് ചോദിക്കുമായിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചു. നമുക്ക് യോഹന്നാൻ അധ്യായം 7 കടക്കാം. യോഹന്നാൻ അധ്യായം 7 വാക്യം 37. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എല്ലാം എന്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നു തിരുവെഴുത്തു പറയുന്നതുപോലെ എന്താണ് ഒഴുകുന്നത്? ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ദാഹിക്കുന്നവൻ എല്ലാം എന്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. വെളിപ്പാട് അധ്യായം 22 വാക്യം 17 അനുസരിച്ച് ദാഹിക്കുന്നവർ നമ്മുടെ അടുക്കൽ വന്ന് ജീവജലം സ്വീകരിക്കട്ടെ എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. എന്നാൽ യോഹന്നാൻ അധ്യായം 4 അധ്യായം 7 യേശു മാത്രമാണ് ജീവജലം നൽകുന്നതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് യെശയ്യാവ് അധ്യായം 49 വാക്യം 8 നോക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, പ്രസാദകാലത്തു ഞാൻ നിനക്ക് ഉത്തരം അരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവിൻ എന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് വെളിയിൽ വരുവിൻ എന്നും പറവാനും ഞാൻ നിന്നെ കാത്തു. നിന്നെ ജനത്തിന്റെ നിയമമാക്കി വച്ചിരിക്കുന്നു. അവർ വഴികളിൽ മേയും, എല്ലാ പാഴ്ക്കുന്നുകളിലും അവർക്കു മേച്ചിലുണ്ടാകും. വാക്യം 10. അവർക്കു വിശക്കയില്ല.
മറ്റെന്താണ്? ദാഹിക്കുകയുമില്ല, മരീചികയും വെയിലും അവരെ ബാധിക്കയില്ല. അവരോട് കരുണയുള്ളവൻ. അവിടുന്ന് ആരാണ്? അവരോട് കരുണയുള്ളവനായ ദൈവമാണ്. ദൈവം തന്നെ അവരെ വഴിനടത്തുകയും അവിടുന്ന് അവരെ എവിടേക്ക് നയിക്കും? നീരുറവുകൾക്കരികെ അവരെ കൊണ്ടുപോകുകയും ചെയ്യും. ഇവിടെ ജീവജലത്തിന്റെ ഉറവുകളിലേക്ക്, അതായത് ജീവജലത്തിങ്കിലേക്ക് ആരാണ് മനുഷ്യരാശിയെ നയിക്കുന്നത്? ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് ദൈവം മനുഷ്യരാശിയെ നയിക്കുമെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് വെളിപ്പാട് അധ്യായം 7 വാക്യം 14 നോക്കാം. വെളിപ്പാട് അധ്യായം 7 വാക്യം 14. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്നു വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരം ആയിരിക്കും. ഇനി അവർക്കു വിശക്കയില്ല. മറ്റെന്താണ്? ദാഹിക്കുകയും ഇല്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിന്റെ മധ്യേ ഉള്ള കുഞ്ഞാട്. ആരാണ് കുഞ്ഞാട്? അവിടുന്ന് യേശുവാണ്. അവിടുന്ന് എന്തു ചെയ്യും? അവരെ മേയിച്ചു. അവിടുന്ന് അവരെ എവിടേക്ക് നയിക്കും? ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചുകളയുകയും ചെയ്യും. നമുക്ക് കാണുവാൻ സാധിക്കുന്നതുപോലെ രക്ഷിക്കപ്പെടേണ്ടവരെ കുഞ്ഞാട് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നയിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യെശയ്യാവ് അധ്യായം 49 വാക്യങ്ങൾ 8 മുതൽ 10 വരെ ദൈവം അവരെ ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നയിക്കും എന്ന് എഴുതിയിരിക്കുന്നു. ഇത് അതേ സന്ദേശമാണ്. വെളിപ്പാട് അധ്യായം 22 ആത്മാവും മണവാട്ടിയും ദാഹിക്കുന്നവൻ നമ്മുടെ അടുക്കൽ വരട്ടെ എന്നത്. യോഹന്നാൻ അധ്യായം 4, അധ്യായം 7 എന്നിവ അനുസരിച്ച് മനുഷ്യർക്ക് ജീവജലം നൽകുന്നത് ആരാണ്? അത് യേശുവാണ് എന്ന് വ്യക്തമായി കാണുവാൻ സാധിക്കും. വെളിപ്പാട് അധ്യായം 22 ആത്മാവും മണവാട്ടിയും ജീവജലം നൽകും എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മണവാട്ടി ആരാണ്? ജീവജലത്തിന്റെ ഉറവിടത്തെ ബൈബിൾ എങ്ങനെ വിവരിക്കുന്നുവെന്ന് നമുക്ക് സെഖര്യാവ് അധ്യായം 14 നോക്കാം. സെഖര്യാവ് അധ്യായം 14. വാക്യം 7 നോക്കാം. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും, അത് പകലല്ല, രാത്രിയുമല്ല, സന്ധ്യാസമയത്തോ വെളിച്ചമാകും. അന്നാളിൽ ജീവനുള്ള വെള്ളം. അത് എവിടെ നിന്നാണ് ഒഴുകുന്നത്? യെരൂശലേമിൽ നിന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ജീവജലത്തിന്റെ ഉറവ യെരൂശലേമാണ് എന്ന് ബൈബിൾ നമ്മോട് പറയുന്നു. അന്നാളിൽ ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്നു പുറപ്പെട്ടു പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും. യെശയ്യാവ് അധ്യായം 49 വെളിപ്പാട് അധ്യായം 7 രക്ഷിക്കപ്പെടുവാനിരിക്കുന്ന അവിടുത്തെ ജനത്തെ ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നയിക്കും എന്ന് നമ്മെ അറിയിക്കുന്നു. പിതാവായ ദൈവം ഈ യുഗത്തിൽ നമ്മെ ജീവജലത്തിന്റെ ഉറവിടമായ യെരൂശലേമിലേക്ക് നയിക്കും എന്നതിന്റെ അർത്ഥമെന്താണ്? ഇതിനർത്ഥം അവിടുന്ന് നമ്മെ നയിക്കുകയും ഉണർത്തുകയും യെരൂശലേം ആരാണെന്ന് നമ്മെ അറിയിക്കുകയും ചെയ്യും എന്നതാണ്. ഇക്കാരണത്താൽ പിതാവിന്റെ കൈയെഴുത്തു പ്രതി എലീശ ഏലിയാവിനെ അനുഗമിച്ചു, യോശുവ മോശയെ അനുഗമിച്ചു, പത്രോസ് യേശുവിനെ അനുഗമിച്ചു, ഞാൻ മാതാവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നു. അവിടുന്ന് നമ്മെ ആരുടെ അടുക്കലേക്കാണ് നയിക്കുന്നത്? ജീവജലത്തിന്റെ ഉറവിടം ആരാണ്? ഇത് അവിടുന്ന് നമ്മെ സ്വർഗീയ മാതാവ് യെരൂശലേമിലേക്ക് നയിക്കുന്നു രംഗമാണ്, ശരിയല്ലേ? അന്നാളിൽ ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്നു പുറപ്പെട്ടു പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും.
ജീവജലത്തിന്റെ ഉറവിടം ആരെന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഗലാത്യർ അധ്യായം 4 തിരിഞ്ഞുകൊണ്ട് യെരൂശലേം ആരെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഗലാത്യർ അധ്യായം 4 വാക്യം 26. മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ. യെരൂശലേം ആരാണ്? നമ്മുടെ അമ്മ. 2000 വർഷങ്ങൾക്ക് മുമ്പ് സുഖാർ എന്ന ഒരു പട്ടണത്തിൽ നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നു നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ജീവനുള്ള വെള്ളം ചോദിക്കുമായിരുന്നു എന്ന് യേശു പറഞ്ഞു. ഇത് വെളിപ്പാട് അധ്യായം 22 വാക്യം 17 പരിശുദ്ധാത്മാവിനോട് സദൃശമാണ്. അവിടുന്ന് പുരുഷസ്വരൂപത്തിലുള്ള പരിശുദ്ധാത്മാവായ ദൈവമാണ്. എന്നാൽ വെളിപ്പാട് അധ്യായം 22 വാക്യം 17 അനുസരിച്ച് ആരാണ് ജീവജലം നൽകുന്നത്? അത് ആത്മാവും മണവാട്ടിയുമാണ്. മണവാട്ടി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ മണവാട്ടിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് മറ്റൊരു സ്വരൂപമുണ്ടെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവിടുന്ന് രക്ഷിക്കപ്പെടുന്നവരെ ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നയിക്കും എന്നത് ദൈവത്തിന്റെ മറ്റൊരു സ്വരൂപത്തിലേക്ക് നയിക്കുമെന്നാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സ്വരൂപം മണവാട്ടിയിലേക്ക്, സ്വർഗീയ മാതാവായ യെരൂശലേമിലേക്ക് അവിടുത്തെ മക്കളെ നയിക്കും എന്ന് നമുക്ക് സ്ഥിരീകരിക്കുവാൻ സാധിക്കും. സെഖര്യാവ് അധ്യായം 17 അന്നാളിൽ ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്നു പുറപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു. ഗലാത്യർ അധ്യായം 4 അനുസരിച്ച് യെരൂശലേം ആരാണ്? മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ എന്ന് പറയുന്നു. ആത്യന്തികമായി ജീവജലത്തിന്റെ ഉറവയായ മാതാവായ ദൈവത്തിലേക്ക് അവിടുത്തെ മക്കളെ ഉണർത്തുവാനായി പിതാവായ ദൈവം രണ്ടാമതും ഈ ഭൂമിയിലേക്ക് വന്നു. ഞാൻ മാതാവിനെ അനുഗമിക്കുന്നു എന്നു പിതാവ് അവിടുത്തെ കൈയെഴുത്തു പ്രതിയിൽ പറഞ്ഞു. ഞാൻ നിങ്ങൾക്കായി ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക വെച്ചിരിക്കുന്നു എന്ന് യോഹന്നാൻ അധ്യായം 13 വാക്യം 15 പരാമർശിച്ചുകൊണ്ട് നാം അവിടുത്തെ അനുഗമിക്കണമെന്ന് നമ്മോട് കൽപ്പിച്ചു. അതിനാൽ പിതാവും മാതാവും നയിക്കുന്ന സുവിശേഷത്തിലെ ദൈവത്തിന്റെ ഉപദേശങ്ങളെ നാം കൃപയോടെ പിന്തുടരണം. അങ്ങനെയെങ്കിൽ ഈ യുഗത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് യെശയ്യാവ് അധ്യായം 62 വാക്യം 6 നോക്കാം. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെയിരിക്കയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളോ? അവിടുന്ന് ആരെയാണ് യഥാസ്ഥാനപ്പെടുത്തുന്നത്? യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുന്നു. ഗലാത്യർ അധ്യായം 4 അനുസരിച്ച് യെരൂശലേം ആരാണ്? അങ്ങനെ സിയോൻ മക്കൾ അവിടുത്തെ അടുക്കൽ വരുന്നതിനായി അവിടുന്ന് മാതാവിനെ യഥാസ്ഥാനപ്പെടുത്തുന്നു. ഇത് യെശയ്യാവ് അധ്യായം 62 വാക്യം 7 എഴുതപ്പെട്ടിരിക്കുന്നു. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളോ? അവിടുന്ന് അവിടുത്തെ എന്താകുന്നു? ഭൂമിയിൽ അതിനെ പ്രശംസാവിഷയമാക്കുവോളവും അവന് സ്വസ്ഥത കൊടുക്കുകയുമരുത്. യെരൂശലേമിന്റെ മതിലുകളിന്മേലുള്ള കാവൽക്കാർ ഒരിക്കലും രാവും പകലും നിശബ്ദരായിരിക്കയില്ല. അവർ യെരൂശലേമിനെ കുറിച്ച് പ്രസംഗിക്കുകയും പ്രസ്താവിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യണം. ഈ യുഗത്തിൽ നാം ശബ്ബത്ത്, പെസഹ, 3 പ്രാവശ്യമുള്ള 7 ഉത്സവങ്ങൾ, പുതിയ ഉടമ്പടിയുടെ എല്ലാ നിയമങ്ങളും പ്രസംഗിക്കണം. എന്നിരുന്നാലും നാം പിതാവിനെയും മാതാവിനെയും അറിയുമ്പോൾ മാത്രമേ നമുക്ക് അവരുടെ അടുക്കലേക്ക് വരുവാൻ സാധിക്കൂ. ഒരുവൻ ധാരാളം അറിവുണ്ടെങ്കിലും അവർക്ക് നിത്യജീവന്റെ അനുഗ്രഹം നൽകുവാൻ കഴിയുന്ന ജീവജലത്തിന്റെ ഉറവിടമായ പിതാവിന്റെയും മാതാവിന്റെയും അടുക്കലേക്ക് വരുവാൻ കഴിയില്ല. യേശുവിന്റെ കാലത്ത് പോലും ന്യായപ്രമാണത്തെക്കുറിച്ച് വളരെയധികം അറിവ് ഉണ്ടായിരുന്നിട്ടും യഹൂദന്മാർക്ക് യേശുവിനെ സ്വീകരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇക്കാരണത്താൽ രക്ഷ അവർക്ക് ഒരിക്കലും അനുവദിക്കപ്പെട്ടിരുന്നില്ല. വെളിപ്പാട് അധ്യായം 22 നമുക്ക് ജീവജലം, നിത്യജീവന്റെ അനുഗ്രഹം നൽകുവാൻ കഴിയുന്ന ആത്മാവിന്റെയും മണവാട്ടിയുടെയും അടുക്കലേക്ക് നാം പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരിക്കലും ദൈവവചനങ്ങളോട് കൂട്ടുകയോ അതിൽ നിന്ന് നീക്കം ചെയ്യുകയോ ചെയ്യരുത്. ആത്മാവിനെയും മണവാട്ടിയെയും അന്വേഷിച്ചുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പോവുക എന്ന് പറയുന്നു.
ഇതാണ് ബൈബിളിന്റെ 66-ാം പുസ്തകത്തിന്റെ അവസാനത്തിൽ ദൈവം മനുഷ്യരാശിയോട് ആവശ്യപ്പെടുന്നത്. ദിവസം തോറും ലോകം കൂടുതൽ അന്ധകാരത്തിലേക്ക് നീങ്ങുകയാണ്. ബൈബിളിലെ ദൈവത്തിന്റെ മഹത്തായ ഉപദേശങ്ങളെ അവർ വെറും കെട്ടുകഥകളായി കണക്കാക്കുന്നു. ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ നിരവധി ആളുകൾ ബൈബിളിൽ വിശ്വസിക്കുന്നതിൽ നിന്ന് അകന്നു പോകുന്നതായി പറയപ്പെടുന്നു. ബൈബിൾ പരമാർത്ഥമാണെന്ന വസ്തുത ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഇയ്യോബിന്റെ പുസ്തകത്തിലൂടെ ദൈവം ഭൂമിയെ ശൂന്യതയിൽ നിർത്തിയതായും ജലചക്രത്തെക്കുറിച്ചും വിശദീകരിച്ചിരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കൂടാതെ ദാനിയേൽ അധ്യായം 2:7-8 ബാബിലോണിൽ നിന്നും മേദോപേർഷ്യയിലേക്കും മേദോപേർഷ്യയിൽ നിന്നും ഗ്രീസിലേക്കും ഗ്രീസിൽ നിന്നും റോമിലേക്കുമുള്ള രാജ്യങ്ങളുടെ ഉയർച്ചയും പതനവും ബൈബിൾ വിവരിക്കുന്നു. രാജ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിനു മുമ്പ് തന്നെ ഈ ചരിത്രം എങ്ങനെ തുറക്കപ്പെടുമെന്ന് ദൈവം നേരത്തെ തന്നെ വ്യക്തമായി വിശദീകരിച്ചു. അതിനാൽ ബൈബിളിലെ വാക്കുകളോട് നാം എന്താണ് ചെയ്യേണ്ടത്? കൂട്ടിച്ചേർക്കുകയോ നീക്കിക്കളയുകയോ ചെയ്യരുത്. എഴുതപ്പെട്ടിരിക്കുന്നതു പോലെ എല്ലാം തീർച്ചയായും പൂർത്തീകരിക്കപ്പെടും. എന്നാൽ നമ്മൾ മാത്രമല്ല, ഈ ലോകത്തിലെ ആളുകളും ആരെയാണ് അന്വേഷിക്കേണ്ടത്? നാം അവരെ ആത്മാവിലേക്കും മണവാട്ടിയിലേക്കും നയിക്കുകയും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും യെരൂശലേമിന്റെ മഹത്വം പ്രസംഗിക്കുകയും വേണം. ആത്മാവും മണവാട്ടിയും നൽകുന്ന ജീവജലം സ്വീകരിക്കുന്നവർ മാത്രമേ എന്റെ മക്കളാകൂ എന്ന് ദൈവം പറയുന്നു. നമുക്കിത് വെളിപ്പാട് അധ്യായം 21 സ്ഥിരീകരിക്കാം. നമുക്ക് വെളിപ്പാട് അധ്യായം 21 വാക്യം 5 നോക്കാം. ഇനി മരണം ഉണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല, ഒന്നാമത്തേതു കലിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നു അരുളിച്ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്നും അവൻ കൽപ്പിച്ചു. എന്താണിതിനർത്ഥം? ഈ വാക്കുകൾ 100% വിശ്വസനീയമായതിനാൽ നാം അവയെ തീർച്ചയായും വിശ്വസിക്കണം. വാക്യം 5: ഇനി മരണം ഉണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല, ഒന്നാമത്തേതു കലിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നു അരുളിച്ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളിച്ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഓമേഗയും ആദിയും അന്തവും ആകുന്നു. ദാഹിക്കുന്നവൻ ഞാൻ ജീവനീരുറവിൽ നിന്നു സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവൻ ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവിടുന്ന് ആരായിരിക്കും? അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ആത്മാവിലും ജീവജലത്തിന്റെ ഉറവയായ മണവാട്ടിയിലും വിശ്വാസവും ദൃഢതയും ഉള്ളവർക്ക് എന്ത് സംഭവിക്കും? ജീവജലം കുടിപ്പാൻ അവരെ അനുവദിക്കുന്നത് ആരാണ്? അവർ അവിടുത്തെ മക്കളായിരിക്കുമെന്ന് ദൈവം നമ്മോട് വ്യക്തമായി പറയുന്നു. വെളിപ്പാട് അധ്യായം 22 സ്വർഗത്തിൽ അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് അധ്യായം 22 പോകാം. വാക്യം 3 നോക്കാം. യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിൽ ഇരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. ഇനി രാത്രി ഉണ്ടാകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നതു കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്താകുന്നു? എന്നേക്കും രാജാക്കന്മാരായിരിക്കും. അധ്യായം 22 വാക്യം 1 എന്നേക്കും വാഴുവാൻ പോകുന്നവരുടെ സവിശേഷതകൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് അധ്യായം 22 വാക്യം 1 നോക്കാം. വീഥിയുടെ നടുവിൽ ദൂതൻ അവനെ എന്താണ് കാണിച്ചത്? ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്നു പുറപ്പെടുന്നതായി പളങ്കുപോലെ ശുഭ്രമായ ജീവജലന്തിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ചു മാസം തോറും അത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു.
യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിൽ ഇരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. ഇനി രാത്രി ഉണ്ടാകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നതുകൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. സെഖര്യാവ് അധ്യായം 14 വാക്യം 7 അനുസരിച്ച് ജീവജലം ആരുടെ അടുക്കൽ നിന്നാണ് ഒഴുകുന്നത്? അത് യെരൂശലേമിൽ നിന്ന് ഒഴുകുന്നു. വെളിപ്പാട് അധ്യായം 22 ഇവിടെ യെരൂശലേമിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. എന്നാൽ ജീവജലം ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ലാഘവത്തോടെ നോക്കിയാൽ ഇത് തെറ്റിദ്ധരിക്കപ്പെടുവാൻ എളുപ്പമാണ്. എന്നിരുന്നാലും ദൈവം ഇതേ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. നമുക്ക് യിരെമ്യാവ് അധ്യായം 3 വാക്യം 17 നോക്കാം. ആ കാലത്തു യെരൂശലേം ആരുടെ സിംഹാസനമെന്നാണ് വിളിക്കപ്പെടുന്നത്? യഹോവയുടെ സിംഹാസനം എന്നു പേരാകും. സകല ജാതികളും അവിടേക്ക് യെരൂശലേമിലേക്കു തന്നെ. വെളിപ്പാട് അധ്യായം 22 ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജീവജലം ഒഴുകുന്നു എന്നും സെഖര്യാവ് അധ്യായം 14 വാക്യങ്ങൾ 6 മുതൽ 8 വരെ യെരൂശലേമിൽ നിന്ന് ജീവജലം ഒഴുകുന്നു എന്ന് പറയുന്നു. ഈ വാക്യങ്ങൾ രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ചാണോ സംസാരിക്കുന്നത്? അവയ്ക്ക് ഒരേ അർത്ഥമാണുള്ളത്. യെരൂശലേം ആരാണ്? അവൾ നമ്മുടെ മാതാവാണ്. വിവിധ കോണുകളിൽ നിന്ന് ബൈബിൾ ഇതിനെക്കുറിച്ച് ചിലപ്പോൾ യഹോവയുടെ സിംഹാസനം എന്നും മറ്റു ചിലപ്പോൾ യെരൂശലേം എന്നും വിശദീകരിക്കുന്നു. എന്നാൽ യിരെമ്യാവ് അധ്യായം 3 വാക്യം 17 യെരൂശലേം ദൈവത്തിന്റെ സിംഹാസനമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. യെരൂശലേമിൽ നിന്ന് ജീവജലം ഒഴുകും എന്നല്ലേ ഇതിനർത്ഥം? 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ശമര്യക്കാരത്തിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നു നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ജീവനുള്ള വെള്ളം ചോദിക്കുമായിരുന്നു എന്ന് അവിടുന്ന് പറഞ്ഞു. ഈ യുഗത്തിലും അങ്ങനെ തന്നെയാണ്. വെളിപ്പാട് അധ്യായം 22 വാക്യം 17 ആത്മാവും മണവാട്ടിയും ആരാണെന്ന് ആളുകൾക്ക് അറിയാമായിരുന്നെങ്കിൽ അവർ ആത്മാവിന്റെയും മണവാട്ടിയുടെയും അടുക്കൽ ചെന്ന് ജീവജലം ചോദിക്കുമായിരുന്നു. ജീവജലം നിത്യജീവനിലേക്ക് ഒഴുകുന്ന ഒരു നീരുറവായി മാറും. അതിനാൽ നാം ആത്മാവിനോടും മണവാട്ടിയോടും നിത്യജീവനു വേണ്ടി ചോദിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് മരണം ഇല്ലാത്ത ലോകമായ സ്വർഗരാജ്യത്തിലേക്ക് മടങ്ങുവാൻ സാധിക്കൂ. മാത്രമല്ല ദൈവം നമ്മെ എന്തു വിളിക്കും? നിങ്ങൾ എന്റെ പുത്രന്മാരും പുത്രിമാരുമാണെന്ന് അവിടുന്ന് നമ്മെ വിളിക്കുന്നു. ഇന്ന് വരിക എന്ന ആത്മാവിന്റെയും മണവാട്ടിയുടെയും വിളിയോട് പ്രതികരിച്ചുകൊണ്ട് നാം ഒരുമിച്ചു കൂടിയിരിക്കുന്നു. ദൈവം നമ്മെ പഠിപ്പിച്ചതുപോലെ നാം ശബ്ബത്തും പെസഹയും ആചരിക്കുന്നു. പുതിയ ഉടമ്പടിയിലൂടെ നാം 3 പ്രാവശ്യമുള്ള 7 ഉത്സവങ്ങൾ ആചരിക്കുകയും പിതാവിനോടും മാതാവിനോടും കൂടെ നടക്കുകയും ചെയ്യുന്നു. ദൈവം നമുക്കായി മഹത്വകരമായ സിംഹാസനങ്ങൾ ഒരുക്കുന്നു. അവിടെ നാം എന്നേക്കും വാഴും. ചിലർ സൃഷ്ടിച്ച കെട്ടുകഥകളിലേക്ക് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതില്ല. ദൈവത്തിന്റെ വാഗ്ദാനത്തിലുള്ള വിശ്വാസത്തോടെ നാം കൂടുതൽ അനുഗ്രഹീതവും പ്രത്യാശാപൂർണവുമായ ഒരു ജീവിതം നയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്വർഗീയ പിതാവും സ്വർഗീയ മാതാവും നമുക്ക് പ്രത്യാശ നൽകിയിരിക്കുന്നു. നാം എപ്പോഴും അവർക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കേണ്ടതല്ലേ? ഇപ്പോൾ സമ്പദ്വ്യവസ്ഥ ശരിയല്ല. പല സാഹചര്യങ്ങളും പ്രതികൂലമാണ്. ആളുകളുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കുന്ന യുഗത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. എന്നിരുന്നാലും ഈ ജീവിതം എല്ലാം അല്ല, ശരിയല്ലേ? ഈ താൽക്കാലിക ലോകത്തിനു ശേഷം നാം പോകുന്ന സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന് നാം അനുഭവിക്കുന്ന താൽക്കാലിക പ്രയാസങ്ങളെയും കഷ്ടങ്ങളെയും നമുക്ക് മറികടക്കാം. അങ്ങനെ നമുക്ക് നിത്യ സ്വർഗരാജ്യത്തിൽ നിത്യജീവനും അനുഗ്രഹങ്ങളും ആസ്വദിക്കുന്ന സ്വർഗീയ കുടുംബാംഗങ്ങളായി തീരാം. നമുക്ക് പിതാവും മാതാവും ഉള്ളതിനാൽ നാം സന്തുഷ്ടരാണ്.
സ്വർഗരാജ്യമുള്ളതുകൊണ്ട് നാം സന്തുഷ്ടരാണ്. നാം ഒരുമിച്ചായതിനാൽ നാം സന്തുഷ്ടരാണ്. ഞാൻ എന്ന ചിന്തയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ലോകത്താണ് എല്ലാവരും ജീവിക്കുന്നതെങ്കിലും നാം എന്ന ചിന്തയിൽ നമ്മൾ പരസ്പരം കരുതലോടെ ജീവിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് പിതാവും മാതാവും നൽകിയ കൽപ്പന കൃപയോടെ പാലിച്ചുകൊണ്ട് നമുക്ക് പരസ്പരം പ്രോത്സാഹിപ്പിക്കാം. നാം പോകുന്ന സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രത്യാശ നാം മറക്കുമ്പോൾ വേദനയും ഉത്കണ്ഠയും നമ്മുടെ ഹൃദയങ്ങളിൽ ഉയർന്നുവരും. ദൈവം സ്വർഗത്തിലെ വലിയ അനുഗ്രഹങ്ങൾ സംഭരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഉത്സാഹത്തോടെ ഓടുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഇതോടെ ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെയധികം നന്ദി.